കോൺഗ്രസിന്റെ പ്രകടന പത്രിക ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ശ്രീ വസന്ത് പറഞ്ഞതുപോലെ ആണെങ്കിൽ ഓരോ പ്രകടന പത്രികയുടെ കോപ്പിയോടൊപ്പവും ഓരോ അഡ്വക്കേറ്റിനെ കൂടി കൊടുക്കേണ്ടി വരും. കാരണം ഇത് വ്യാഖ്യാനിക്കണമല്ലോ. ഞങ്ങൾ ഇത്രാം പേജിൽ ഇത്രാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ഇതാണ് എന്ന് വ്യാഖ്യാനിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ ഓരോ വക്കീലിനെ കൂടെ കൊടുക്കേണ്ടി വരും. കാരണം ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് പ്രക്ഷോഭ സമയത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. അന്ന് ഈ പറഞ്ഞ വിശദീകരണവും വേണ്ടി വന്നില്ല, ഈ പറഞ്ഞ ആർട്ടിക്കിളുകളും ഒന്നും വിശദീകരിക്കേണ്ടി വന്നില്ല. അന്ന് CAA ശരിയായില്ല എന്ന് കൃത്യമായ സ്റ്റാൻഡ് എടുത്തു. അങ്ങനെ സമരം ചെയ്തു, പ്രക്ഷോഭം ചെയ്തു. അങ്ങനെ പറഞ്ഞ ആ ഒരു ഭാഷ പരിപൂർണമായിട്ട് മാറ്റിവെച്ചിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇന്നതാണ് എന്ന് വളരെയേറെ സമയമെടുത്ത് വ്യാഖ്യാനിച്ച് വിശദീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇപ്പൊ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ BJPക്ക് എടുത്ത് വ്യാഖ്യാനിക്കേണ്ടതോ വിമർശിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം കോൺഗ്രസ് പോയാൽ എവിടെ വരെ പോകും എന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതിനെ അങ്ങോട്ട് അവഗണിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ തമാശ തോന്നുന്നത് കൊണ്ടാണ്. കാരണം ഇത്രയും വലിയ ആരോപണം ഉയർത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ നയിച്ചിട്ട് പ്രകടന പത്രിക പുറത്തിറക്കി ഇലക്ഷനെ നേരിടുന്ന സമയത്ത് കമാന്നൊരക്ഷരം മിണ്ടാതെ അത് പൂഴ്ത്തി വെക്കുകയും പിൻവലിക്കുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇന്ന പേജിൽ ഇങ്ങനെ ഉദ്ദേശിച്ചതാണ്, അതുകൊണ്ട് അതായത് ഇതാണ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോ കുമാരപിള്ള സാറിനോട് മറ്റേ ആള് ചോദിച്ച പോലെ നമ്മൾ എന്തുകൊണ്ട് തോറ്റ് സഖാവേ എന്ന് വ്യക്തമായിട്ട് പറ എന്ന് ചോദിക്കാനാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അപ്പോൾ ജനങ്ങളോട് പറയുന്ന ഭാഷയും പ്രക്ഷോഭ സമയത്ത് ഉയർത്തുന്ന ആവേശവും അന്ന് മുന്നോട്ട് കൊണ്ടുവരുന്ന ആശയങ്ങളും പ്രകടന പത്രികയിൽ കാണാതെ വരുമ്പോൾ നമുക്ക് ചോദിക്കാമല്ലോ, ഈ രാജ്യത്തെ പൗരന്മാരെന്നുള്ള നിലയിൽ നമുക്ക് ചോദിക്കാമല്ലോ, എവിടെ പോയി ആ പറഞ്ഞ നിങ്ങളുടെ ആദർശം? എവിടെ പോയി? നിങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം എവിടെ പോയി? ആ ചോദ്യമാണ് സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് വ്യാഖ്യാനിക്കേണ്ടി വരുന്നു. ഇപ്പൊ ഇത് തന്നെയാണല്ലോ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട, അതിന് ഞങ്ങളുടെയും കൊടി വേണ്ട. അപ്പൊ കൊടിയൊന്നും വേണ്ട, കൊടിയിലൊന്നും അല്ലല്ലോ കാര്യം എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ആശയത്തെ ഉയർത്തിപ്പിടിക്കാൻ ആവശ്യമായിട്ടുള്ളത് അത് പ്രകടന പത്രികയാണെങ്കിലും അത് കൊടിയാണെങ്കിലും അത് വളരെ വ്യക്തമായി ജനങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ജമ്മു കാശ്മീർ പ്രത്യേക പദവിയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതുകൊണ്ടാണ്. അപ്പൊ ജമ്മു കാശ്മീരിന്റെ ആ പ്രത്യേക പദവി എന്ന് പറയാൻ, അത് പുനഃസ്ഥാപിക്കും എന്ന് പറയാൻ എന്തുകൊണ്ട് ധൈര്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഏക സിവിൽ കോഡിന്റെയും ഒക്കെ കാര്യം. ഏത് കാര്യമാണെങ്കിലും ജനങ്ങളോട് സംസാരിക്കുന്ന ഭാഷ, പ്രക്ഷോഭ സമയത്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഭാഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവിടെ വരുമ്പം അത് പറയാനൊക്കെ ധൈര്യമില്ലാത്തത്. എന്നിട്ട് ഞങ്ങൾ അതെല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ഈ കോൺഗ്രസിനെ ഈ രീതിയിൽ അവഹേളനാപരമായി കാണേണ്ടി വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഉത്തരവാദിത്വപൂർണ്ണമുള്ള ഗൗരവമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ പോലും ഇന്ന് കോൺഗ്രസിന് സാധിക്കുന്നില്ല. അവിടെയാണ് ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ചർച്ചാ വിധേയമാവുന്നതും ആവേണ്ടത്.